സംഘപരിവാർ അജണ്ടകളുടെ കാവലാളായി SNDP യോഗം മാറിയിരിക്കുന്നു എന്നുള്ള VM സുധീരന്റെ പ്രസ്താവന വിവാദമാകുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതൊന്നും ഒരിക്കലും അത്ര പ്രധാനമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിയിട്ടുമുണ്ട്. പക്ഷേ RSS അജണ്ടയുടെ കാവലാളായി SNDP യോഗം മാറിയിരുന്നു എന്ന് VM സുധീരൻ പറയുമ്പോൾ സുധീരന്റെ പ്രസ്താവന BJPക്ക് വോട്ട് ലഭിക്കുമെന്നുള്ള ഭീതി മൂലമാണെന്നാണ് BJPയുടെ പ്രതികരണം. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. കരുനാഗപ്പള്ളിയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് SNDP യോഗത്തിനെതിരെ സുധീരൻ ആഞ്ഞടിച്ചത്. സംഘപരിവാറിന്റെയും SNDP യോഗത്തിന്റെയും ആശയങ്ങൾ പുലബന്ധം പോലുമില്ലാത്തതാണ്. ഗുരുസന്ദേശവും സംഘപരിവാർ അജണ്ടയും യോജിച്ചു പോകുകയില്ലെന്ന് സുധീരൻ ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട ചിലർ അവലർപ്പിതമായ ചുമതലകളെ വിസ്മരിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ടയുടെ കാവൽക്കാരായി അവരുടെ താൽപര്യ സംരക്ഷകരായി മുന്നോട്ടു പോകുന്ന സ്ഥിതിവിശേഷവും നാം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്. സ്വാധീനമുള്ള ഭാഗങ്ങളിൽ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് RSS കേരളത്തിൽ SNDPയെ കൂടെ കൂട്ടാൻ നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് BJP SNDP ധാരണയില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ പറഞ്ഞത്. BJPയും SNDPയും തമ്മിൽ ഞങ്ങൾ ഒരു ബാന്ധവവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. SNDP യോഗത്തിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് കൂടി മുന്നോട്ട് വരുന്നതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്. നമ്മുടെ പാനലിൽ BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് JR പത്മകുമാർ ചേരുന്നു. ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തോട് തന്നെയാവാം. ഈ സ്വാധീനമുള്ള ഹൈന്ദവ സംഘടനകളിൽ കയറി ചെല്ലാൻ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘങ്ങൾ വല്ലാതെ യത്നിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി വരുന്നു. പ്രത്യേകിച്ച് CPIMന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന്. ഇന്ന് KPCC പ്രസിഡന്റ് പ്രതികരണം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലൊരു വലിയ പാർട്ടി എന്നുള്ള അവകാശവാദമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അതേപോലെ സെൻട്രൽ കമ്മിറ്റിയിലൊക്കെ പ്രധാന വിഷയം കേരളത്തിൽ BJP വളരാൻ ഞങ്ങൾ സമ്മതിക്കില്ല, എന്ത് വില കൊടുത്തും ഞങ്ങളതിനെ തടുക്കും. ഇപ്പോൾ കോൺഗ്രസും അത് തന്നെയാണ്. ഇപ്പോൾ സുധീരനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പരിണിത ഫലമായിട്ട് അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ടൊരു നിലയിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പിന്തുണ ബഹുജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചയാവണം, ഒരു പിന്തുണ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും എളുപ്പം BJPയോ RSSയോ SNDPയോ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിലെന്ത് യാതൊരു പ്രാധാന്യവും അല്ലേ. ശ്രീനാരായണ ധർമ്മവും സംഘപരിവാറിന്റെ തത്വങ്ങളും തമ്മിൽ യോജിച്ചു പോകുമെന്ന് അല്ല. അദ്ദേഹം ആദ്യം സംഘപരിവാറിന്റെ തത്വം എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ. ഒരു കാര്യം പറയും, ഇവിടുത്തെ രാഷ്ട്രീയം എന്താ? NSS സംഘടിച്ച് ശക്തമായാൽ എല്ലാവരും സ്വീകാര്യരാണ്. SNDP സംഘടിച്ച് ശക്തരായാൽ എല്ലാവർക്കും സ്വീകാര്യതയുണ്ട്. KPMS സംഘടിച്ച് ശക്തരായ എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം കൂടി ഞങ്ങളൊരു വോട്ട് ബാങ്ക് ആണെന്ന് പറഞ്ഞു വരുമ്പോൾ ആർക്കും ഒരു ഭയമാണ്. അതാണ് അവരുടെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ മേൽക്കോയ്മ പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒരു വോട്ട് ബാങ്കായി ഭൂരിപക്ഷ സമുദായം വരുന്നതിന് ഇവർ ഭയക്കല്ല. അല്ല അങ്ങനെയെല്ലാം തോന്നുന്നു. മതസൗഹാർദ്ദം, സാഹോദര്യം തുടങ്ങിയ ആപ്തവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ശ്രീനാരായണ ഗുരു ധർമ്മവും ഒരു മതം മാത്രം മതിയെന്ന് പറയുന്ന ഒരു മതം വേണമെന്ന് ഇതിന്റെ ഒരു പൊരുത്തമില്ലായ്മ എവിടെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ ഈ SNDP സംഘപരിവാർ ബന്ധത്തിൽ വളരെ ഖണ്ഡിതനായൊരു മനുഷ്യനാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം SNDP അംഗത്വമുള്ള ഒരു നസ്രാണിയാണ് ഞാൻ വളർന്നു വന്ന ഗ്രാമത്തിലെ നസ്രാണികളായ ഞങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെട്ടു വന്നിരുന്നൊരു സമൂഹമാണ് ഈ SNDP അംഗങ്ങൾ. അങ്ങനെ ഒരുമിച്ച് വളർന്നു വന്നിരുന്ന ആ സംവിധാനം അങ്ങനെ തന്നെ ഞങ്ങളിൽ പലരും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഗുരുവിന് പഠിപ്പിച്ചിരുന്ന മതാതീത ആത്മീയത, ഞാൻ ആ വാക്ക് ഉന്നി പറയുകയാണ്, മതാതീത ആത്മീയത എന്ന് പറയുന്നതായിരുന്നു ഗുരു പഠിപ്പിച്ചിരുന്നത്. ഈ മതാതീത ആത്മീയതയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്താണ് SNDP. അതിനെ മതപരമായ ഒരു ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ മതപരമായ തീവ്രവാദത്തെ ഞാൻ BJP വളരുന്നത് കൊണ്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതോ ഭയപ്പെടുന്നൊരു മനുഷ്യനല്ല ഞാൻ. പക്ഷേ ആശയപരമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രമാണങ്ങളോടെ, മതാതീത ആത്മീയത അടക്കമുള്ള പ്രമാണങ്ങളോട് SNDP കാണിക്കുന്ന ഈ സന്ധി, അതായത് ഒരു SNDPയുടെ സെക്രട്ടറിക്കും മകനും അധികാരം കൈപ്പറ്റാൻ വേണ്ടി അവർ കാണിക്കുന്ന ഈ സന്ധി വളരെ വേദനാജനവും നിരാശവും. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കണ്ടുണ്ട്. ഇതിനു മുമ്പ് പത്മകുമാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഇവർ മതം എന്ന നിലയിൽ, സംഘടന എന്ന നിലയിൽ
ശക്തി പ്രാപിച്ചതിന് ശേഷം അതൊരു വോട്ട് ബാങ്കായി നിലനിന്നുകൊണ്ട് കോൺഗ്രസിനും CPM-നും വേണ്ടി വിലപേശൽ പ്രക്രിയയായി മാറിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ സംഘപരിവാർ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തോടുള്ള ഗുരുദേവൻ എന്തിനു വേണ്ടി SNDP സ്ഥാപിച്ചുവോ, ഗുരുദേവൻ TK മാധവനെ പോലുള്ളവരെ അങ്ങനെ വലിയ മഹാന്മാരായിരുന്നിട്ടുള്ള പൽപ്പുവിനെ പോലുള്ളവർ, അതായത് പൽപ്പുവിനെ പോലുള്ള, പ്രത്യേകം പറയേണ്ട ഡോക്ടർ പൽപ്പുവിനെ പോലുള്ള ഒരു നിരീശ്വരവാദിയായിരുന്ന മനുഷ്യൻ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇരുന്നിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഗുരുദേവന്റെ സങ്കല്പത്തെ അതിഭീതമായി ഇൻസൾട്ട് ചെയ്യുന്ന അതിഭയാനകമായ ഒരവസ്ഥ തന്നെയാണ് എന്ന് തന്നെയാണ്. അതിൽ സുധീരനെ പോലൊരാൾ എടുത്ത നിലപാട് അഭിനന്ദനീയമാണ്. കാരണം CPM പിണറായി വിജയൻ പറയുമ്പോഴാണ് കത്തിക്ക് എൻ്റെ രക്തം എടുക്കൂ, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ വിടൂ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി VM സുധീരൻ പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. കാരണം CPM-നെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ള അജണ്ടയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന. അതിലേക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സുധീരൻ വന്നതിൽ എനിക്ക് വലിയ ആദരവും വലിയ സ്നേഹമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള 2 നേതാക്കന്മാരാണ് VM സുധീരനും പിണറായി വിജയനും. അപ്പോൾ ഇവർ രണ്ടുപേരും അവരുടെ അന്തസ്സ് നിലനിർത്താൻ പ്രധാനപ്പെട്ട കാരണം സമുദായ നേതാക്കന്മാരെ നേരിടാനുള്ള അവരുടെ തൻ്റെ ഇടമാണ്. സുധീരനെ ഒരു വലിയ ക്ലാപ്പ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുധീരൻ ഇപ്പോൾ എടുത്ത നടപടി വളരെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇതാണ് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അത് ആ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് മലപ്പുറത്ത് ഒരു വർഗീയ വിരുദ്ധ സെമിനാറിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇത് സംബന്ധിച്ച ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അതൊന്ന് കണ്ടതിന് ശേഷം ചർച്ച തുടരാം. ശ്രീനാരായണീയ ഭക്തന്മാർ മതേതരത്വത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം സഹകരിക്കുകയാണ് വേണ്ടത്. നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ച് സംഘപരിവാറിന്റെ ഭാഗത്തു കൂടിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ അതിന്റെ നിന്ദിക്കലായിട്ടത് മാറും. ഇന്ന് ശ്രീനാരായണ ധർമ്മത്തിനെതിരായിട്ടാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സംഘപരിവാർ RSS പ്രവർത്തിക്കുന്നത്. ചാതുർവർണ്ണത്തെ ശക്തമായി എതിർക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. മനസ്മൃതിയാണ് RSSന്റെ തത്വശാസ്ത്രം. മനസ്മൃതിയെ തള്ളിപ്പറയാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും RSSകാരൻ മനസ്മൃതിയെ തള്ളിപ്പറയുമോ? യെസ്, അതേക്കുറിച്ച് ഒരുപക്ഷെ അഡ്വക്കേറ്റ് പത്മകുമാറിന് പ്രതികരിക്കാം. അല്ല, ഇത് ഞാൻ ഈ മതേതരത്വം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഹിന്ദു വിരുദ്ധം അല്ലെങ്കിൽ ഭൂരിപക്ഷ വിരുദ്ധം എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ മതാതീത ആത്മീയത എന്ന് പറഞ്ഞാൽ അത് എന്താണ് എനിക്ക് മനസ്സിലാവില്ല. ഈ ആത്മീയത, മതമില്ലാത്ത ഒരു ആത്മീയതയ്ക്ക് എന്താണ് പ്രസക്തി? ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അല്ല, ഡിബേറ്റബിൾ ആണെന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ശ്രീനാരായണ ഗുരു അദ്ദേഹം ചെയ്തിട്ടുള്ള കേരളത്തിലെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു നടപ്പിലാക്കിയ നവോത്ഥാന പ്രക്രിയ അത് സമൂഹത്തിൻ്റെ മറ്റ് തട്ടിലേക്ക് പോകാത്തതാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വലിയൊരു വർഗീയ വിരുദ്ധ കൺവെൻഷൻ കോട്ടയത്ത് അവർ നടത്തി. ആരാ ഉള്ളത് പറയട്ടെ? തങ്കു ഫാസ്റ്റർ. അത് അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ടാണ് മതേതരത്വ സംഗമം നടത്തുന്നത്. തങ്കു ഫാസ്റ്റർ ആരാ? ഏകദേശം 3000-4000-ഓളം SNDP ഈഴവ സമുദായത്തിനെ മതം മാറ്റി ഒരു പ്രത്യേക മതത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മതപ്രചരണവുമായി കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ നടന്ന സെമിനാറിൽ എല്ലാ മതവിഭാഗങ്ങളിലെയും ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ ഹിന്ദു സന്യാസിമാരെ അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജി പറയുന്ന ആൾ മാത്രം വർഗീയ വിരുദ്ധവും ബാക്കി എല്ലാവരും സ്വർഗീയം എന്നുള്ളൊരു ഇവരുടെ ഈ ഇരട്ട താഴ്പ്പുണ്ടല്ലോ. ഇത് ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് കേൾക്കാൻ ആളുകൾ തയ്യാറാകാത്തതും ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ആളുകൾ. ശ്രീ പത്മകുമാർ, താങ്കൾ പറഞ്ഞതിന് വേണ്ടി നമ്മൾ തർക്കിക്കാൻ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ SNDP യോഗം എന്ന് പറയുന്ന എല്ലാം വെള്ളാപ്പള്ളി നടേശനല്ല. അല്ല, ഞങ്ങൾ SNDP യോഗത്തിൽ പറയുന്നില്ല. ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ശ്രീനാരായണ ഗുരു എന്തുകൊണ്ട് ഈഴവശവനെ പ്രതിഷ്ഠിച്ചത്? അല്ലെങ്കിൽ അദ്ദേഹം കുരിശ് പ്രശ്നിക്കാൻ പോയില്ലല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോസ്ക് ഉണ്ടാക്കാൻ പോയില്ലല്ലോ. ഈ SNDPയെ പിടിച്ച അവസാന കാലം നാട് വിട്ടു പോയ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് കൂടി ഉൾക്കൊള്ളണം. പക്ഷേ ശ്രീ ഭാസ്കര പിള്ള അദ്ദേഹം നമ്മോടൊപ്പം പാനലിലുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം പലപ്പോഴും ഈ RSS സംഘപരിവാർ BJPയുടെ സമുന്നതരായ ഉന്നത വിദ്യാഭ്യാസമുള്ള നേതാക്കൾക്ക് പോലും ചർച്ച ചെയ്തിട്ട് പോലും മനസ്സിലാവാത്ത ഒരു ദൗർഭാഗ്യകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? സംഘപരിവാറിൻ്റെ ആശയങ്ങൾ തനി സങ്കുചിത ഹിന്ദുത്വമാണ് എന്നുള്ള കാര്യമില്ല. അതിന് നമ്മൾ വേറൊരു വിശദീകരണം തേടേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ NSSO SNDPയോ KPMSO നാളെ BJPയുടെയോ സംഘപരിവാറിൻ്റെയോ വോട്ട് ബാങ്കായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ SNDPയുടെ കാര്യം തന്നെ എടുത്താൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം ഈ രാജ്യത്തൊരു ജാതിക്ക് വേണ്ടിയോ ഒരു മതത്തിനു വേണ്ടിയോ മാത്രമല്ല, മറിച്ച് ലോക മാനവരാശിയുടെ
ഉന്നമനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയുമാണ് അദ്ദേഹം നൽകിയ സന്ദേശങ്ങൾ. അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീനാരായണീയർ SNDP യോഗം ഉണ്ടാക്കി അതുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ശ്രീനാരായണീയർ അങ്ങനെ BJPയുടെ പുറകെ പോകുമെന്നോ സംഘപരിവാറിൻ്റെ പിറകെ പോകുമെന്നുള്ള തെറ്റായ ധാരണയൊന്നും ഞങ്ങൾക്കാക്കുമില്ല. പക്ഷേ ഇവിടെ അതിന് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ വ്യക്തിപരമായി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യത നേടിയെടുക്കുന്നതിനോ അങ്ങനെ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് വേറെ ഒന്നായിട്ട് കാണാം. ഏത് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനുമുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ SNDPയെ സംബന്ധിച്ചിടത്തോളം അതിനെ നമ്മൾ പറഞ്ഞ് സംഘപരിവാറിൻ്റെ കാവലാളാക്കരുത് എന്നുകൂടി എനിക്കൊരപേക്ഷയുണ്ട്. ഓക്കെ, ശ്രീ അഡ്വക്കേറ്റ് PA സലീം, ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ SNDP യോഗവുമായി ബന്ധപ്പെട്ട് RSSുമായി ബന്ധപ്പെട്ട് CPIയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരുപാട് തർക്കങ്ങളും വിവാദങ്ങളുമാണ്. പക്ഷേ കൃത്യസമയത്ത് KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അത് അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അത് ഞാൻ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും KPCC പ്രസിഡന്റ് VM സുധീരൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റൊരു ചരിത്രമുണ്ട്. ഇവർ അന്നും ഇന്നും പ്രഖ്യാപിച്ചതും അപ്രഖ്യാപിത ശത്രുക്കളാണ് വെള്ളാപ്പള്ളി നടേശനും. ഇതിനെ ആ രാഷ്ട്രീയത്തിൽ കാണുമ്പോൾ RSSുമായുള്ള ബാന്ധം എന്നതിനപ്പുറത്ത് കോൺഗ്രസും SNDPയും തമ്മിലുള്ള അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ളൊരു നേരിട്ടുള്ള യുദ്ധമായി ഇത് മാറാനുള്ള സാഹചര്യമില്ലേ? അല്ല, ആദ്യം പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ KPCC പ്രസിഡന്റ് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് തന്നെയാണ്. അതിൽ ഒരു ടെസ്റ്റ് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകുകയും വേണ്ട. ഇവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? ശ്രീനാരായണീയ ദർശനങ്ങൾ സംഘപരിവാറിൻ്റെ അജണ്ടയുമായി ഒരിക്കലും ഒത്തുപോകാൻ കഴിയുന്നതല്ല. ഈ ഒരു സമാന്തര രേഖകൾ പോലും അനന്തതയിൽ സംഗമിക്കും. സംഘപരിവാർ അജണ്ടകളുടെ കാവലാളുകളായി SNDP മാറി. അതാണ് കൂടുതൽ പ്രാധാന്യം. അല്ലേ, KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ? അങ്ങനെ ഒരിക്കലും യോജിക്കാത്ത ശ്രീനാരായണീയ ദർശനങ്ങൾ സംഘപരിവാറിൻ്റെ കാവലാളുകളായി മാറ്റുന്ന ഒരു ശ്രമം അത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് SNDP യോഗത്തിനെതിരായി KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമല്ല. പക്ഷേ സമകാലിക രാഷ്ട്രീയത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി അത് വന്നു ചേർന്നതാണ്. അതൊരു ഒരു പ്ലാൻഡ് ആണെന്ന് പറയാൻ കഴിയില്ല, സ്പോണ്ടേനിയസ് ആണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം അരുവിക്കരയുമായിട്ടൊന്നും ക്ലബ് ചെയ്യണ്ട. അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം CPM നേരിടുന്ന ഒരു വലിയ അവരുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു ചോദ്യം ഉയർത്തിയ ഒരു ബലമായിരുന്നു അത്. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ വിലയിരുത്തരുത്. അങ്ങനെയാണോ? അല്ല, അതിനുശേഷം രാജഗോപാലിനെ പോലുള്ള ഒരു സമുന്നതനായ നേതാവ് പലതവണ തോറ്റൊരു നേതാവ് പ്രദീപ്, ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ അമിതമായ പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല. സ്വാഭാവികമായി UDF അർഹിച്ച വിജയം എന്ന് തന്നെയാണ്. താങ്കളുടെ മുഖ്യമന്ത്രി കരുതലായിട്ടുണ്ട്, അല്ല, മുഖ്യമന്ത്രിയും പാർട്ടിയും UDFും എല്ലാം അത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കെതിരെ അവിടെ KPCC പ്രസിഡന്റ് ഇൻക്ലൂഡിങ് KPCC പ്രസിഡന്റ്, കാരണം അവിടെ ഈ പത്മകുമാറിൻ്റെ BJPയും CPMും എല്ലാവരും എതിർത്തിരുന്നത് മുഖ്യമന്ത്രിയെയും കോൺഗ്രസിനെയും UDFിനെയും ശബരിനാഥനെയുമായിരുന്നു. അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ ആ വിജയത്തിന് ഒരു വലിയ തിളക്കമുണ്ട്. ഇപ്പോൾ ശ്രീ ഷാജൻ സ്കറിയ, ശ്രീ സലീം പറഞ്ഞതിനോട് കൂട്ടി തന്നെ, അതായത് ഭൂരിപക്ഷ ഹിന്ദു വോട്ട് ബാങ്ക് എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും LDFിനൊപ്പം നിൽക്കുന്ന ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ആശങ്കയാണ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിൻ്റെ വ്യാഖ്യാനം. അതേസമയം ഈ പറയുന്ന പോലെ, അതായത് സ്വാധീനമുള്ള ഭാഗങ്ങളിൽ വേരുറപ്പിക്കാനുള്ള സംഘപരിവാർ സംഘങ്ങളുടെ കൃത്യമായ അജണ്ട വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന പ്രശ്നം. ഇത് എവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത്? ഈ BJPക്ക് കേരളത്തിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4 വർഷമായി വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഈ വളർച്ചയുടെ മുഖ്യ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന UDF സർക്കാരാണ്. അതായത് ഞാൻ പലതവണ ഉന്നയിച്ചിട്ടുള്ള കാര്യമുണ്ട്, മതേതരത്വം എന്ന ലേബലിൽ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവ മുസ്ലിം സംവിധാനങ്ങൾക്ക് അധികാരത്തിൻ്റെ സിംഹഭാഗം കൊടുക്കുകയും അവർക്ക് അനർഹമായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായ ഒരു വികാരമുണ്ട്, ഞങ്ങൾ ഒറ്റപ്പെടുന്നു. അതുകൊണ്ട് മോഡറേറ്റായ ഹിന്ദുക്കൾ പോലും ഈ സംവിധാനത്തിനെതിരെ നിൽക്കാൻ ആഗ്രഹിക്കുകയും അതിന് നിർഭാഗ്യവശാൽ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇതും ഒരു പരിധിവരെയുള്ള ഈ ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളൊരു ആശങ്കയെ തുടർന്ന് BJPയോട് ചായുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. വളരെ കൃത്യമായിട്ട് പറയാം, CPMനോടുള്ള ശത്രുതയല്ല, നേരെ മറിച്ച്
കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അത് വലിയൊരു സത്യം തന്നെയാണ്. കാരണം ഈ 4 കൊല്ലത്തെ UDF സർക്കാരിൻ്റെ ഭരണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനർഹമായ പ്രാധാന്യം ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഈ സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് സത്യമാണ്. ഇതിൻ്റെ പ്രതിഫലനമാണ് ഒന്ന്. രണ്ടാമത്തേത് മോഡി സർക്കാരിനോടുള്ള ഒരു കൊള്ളാം എന്നൊരു തോന്നൽ. ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? വെള്ളാപ്പള്ളി നടേശൻ വളരെ ബുദ്ധിപരമായി, വെള്ളാപ്പള്ളിക്ക് അറിയാം വെള്ളാപ്പള്ളി തോക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തോപ്പിക്കുമെന്ന് പറഞ്ഞൊരു ജയിച്ച ചരിത്രം അവിടെ ഉള്ളത്. വെള്ളാപ്പള്ളി ഈ സാഹചര്യത്തിൽ ബുദ്ധിപരമായി ഇറങ്ങി BJP നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങേർക്കും മകനും കിട്ടാനുള്ള ആനുകൂല്യം, അങ്ങനെ ചോദിച്ചിരിക്കുന്ന ഗവർണർ സ്ഥാനവും മകന് മന്ത്രിസ്ഥാനവുമാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് MP എങ്കിലും ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ BJP നേതാക്കന്മാർ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റ് പെട്ടെന്ന് തീർക്കുക, അതായത് ഈഴവ സമൂഹത്തിനിടയിൽ BJPക്ക് ഒരു സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞു. ഈ സ്വാധീനത്തെ എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് വരുത്തി തീർത്തി ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് BJP വീണു പോയിട്ടൊന്ന് ഭയം എനിക്കുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് സുധീരൻ എടുത്തിരിക്കുന്നത്, പിണറായി എടുത്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ ചർച്ച ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം താങ്കൾ ഇപ്പോൾ പറഞ്ഞ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവം നമുക്ക് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. 2-3 വർഷമായി BJPക്ക് വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ O രാജഗോപാൽ 2ാം സ്ഥാനത്തെത്തിയവർ കേവലമായ വോട്ടുകൾക്ക് തോൽക്കുന്ന സാഹചര്യം. അപ്പോൾ നരേന്ദ്രമോദി ഇഫക്റ്റ് ഒന്നുമല്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ, അതായത് SNDPയും RSSുമായുള്ള ബാന്ധവം, അതേ വാക്കാണ് BJP അധ്യക്ഷൻ മുരളീധരൻ ആവർത്തിച്ചത്. ആ ബാന്ധവത്തെക്കുറിച്ചുള്ള ആശങ്ക KPCC പ്രസിഡന്റ് ശക്തമായി ഇന്ന് പങ്കുവച്ചിരിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ PA സലീം, നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം SNDP യോഗം അല്ലെങ്കിൽ SNDPയുമായുള്ള ബന്ധം എത്രമാത്രം ശക്തമാണോ, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ മറ്റെല്ലാ സംഘടനകളും കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോഴും കൃത്യമായി നിലപാടെടുത്ത് ഒരുപക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സമുദായ സംഘടനയാണ് SNDP യോഗം, അല്ലെങ്കിൽ ഈഴവ സമുദായം എന്ന് നമ്മൾ പറയുന്ന അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന SNDP യോഗം. അവർക്ക് കാതലായ ഒരു മാറ്റം വരുമ്പോൾ, അത് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ, അതിൻ്റെ നേതൃത്വത്തിന് വളരെയധികം RSSനോട് അല്ലെങ്കിൽ BJPയോടുള്ള ആഭിമുഖ്യം വരുമ്പോൾ അതിനെതിരെ KPCC പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ലാഘവത്തോട് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണോ? പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതും KPCC പ്രസിഡന്റ് പറഞ്ഞു ശരി ഒന്നാണെന്ന്. പക്ഷേ ശ്രീനാരായണ ധർമ്മവും സംഘപരിവാർ അജണ്ടയുമായി യോജിച്ചു പോവില്ല എന്നുള്ള KPCC പ്രസിഡന്റിന്റെ ആ പ്രസ്താവനയെക്കുറിച്ചല്ലേ അദ്ദേഹം പറയേണ്ടത്? അത് തന്നെയാണ് പറഞ്ഞത്. ശ്രീനാരായണ ദർശനവും സംഘപരിവാറിന്റെ അജണ്ടയും ഒന്നിച്ചു പോവില്ലെന്നാണ് ശ്രീ VM സുധീരൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞെന്താണ്, ഒരിക്കലും കേരളത്തിൽ ഈ VM സുധീരൻ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിർണായകമായ സംഭാവന നൽകിയ SNDP യോഗം ഒരിക്കലും ഈ സംഘപരിവാറിന്റെ ഒരു കാവലാളായിട്ട് മാറത്തില്ല. ഒരു കാര്യം, ഇപ്പൊ അടുത്തിടെ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിലെ ഇപ്പൊ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 1-2 വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. പലപ്പോഴും കാണുന്നത് ഇപ്പോൾ VM സുധീരനെതിരെ ഗ്രൂപ്പ് പോയി സോണിയാഗാന്ധിക്ക് പരാതി നൽകുന്നു, ഉമ്മൻചാണ്ടി പതുക്കെ സൈലന്റ് ആയി നിൽക്കുന്നു. VM സുധീരന് ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, വേറൊരു വിഭാഗം ഇങ്ങനെ വരുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലിൻ്റെ നിലയിലേക്ക് ഈ ഏത് വിഷയമാണെങ്കിലും, പ്രത്യേകിച്ച് അഴിമതിക്കെതിരെയും വർഗീയതയ്ക്കെതിരെയുമുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാടുകളെ സൈഡ് ലൈൻ ചെയ്യാൻ കൃത്യമായി ഓപ്പറേഷൻ നടക്കുന്നു. അതെ, ഈ സുധീരൻ്റെ പ്രസ്താവനയെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയമായിട്ട് അഭേദ്യമായി ബന്ധമുണ്ട്. എൻ്റെ ഇവിടെ BJP വളർന്നാൽ അതിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഉമ്മൻചാണ്ടിക്കാണ്, കോൺഗ്രസിനല്ല. അതായത് അമിത് മുമ്പ് തന്നെ നമ്മൾ പലതാണ് വ്യക്തമാക്കി മുമ്പ് തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ള വസ്തുത ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പറഞ്ഞുതരാം, ഇവിടെ BJP വളർന്നാൽ ക്ഷീണം ചെയ്യുന്ന CPM-നാണെന്നാണ് ഇവർ വിലയിരുത്തുന്നത്. അങ്ങനെ CPM-നെ വിലയിരുത്തിയാൽ വളരെ അനായാസമായി ഒരു തവണ കൂടി ചോദിക്കാൻ ആളില്ലാതെ തന്നെ മുഖ്യമന്ത്രിയാകാൻ പറ്റും ഉമ്മൻചാണ്ടിക്ക്. അപ്പം ഈ ഒരു പൊളിറ്റിക്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 1. 2, ഇപ്പോൾ Aയും Iയും ഒരുമിച്ച് നിൽക്കുകയാണ്. അതായത് ഈ I ഗ്രൂപ്പും ഉമ്മൻചാണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് സുധീരനെതിരെയുള്ള നിലപാടിൽ. കേന്ദ്രത്തിലെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെയുള്ള നിലപാടാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, SNDPക്ക് നിലപാടല്ല, അല്ലെങ്കിൽ മറ്റേത്. അപ്പം SNDP എന്ന് പറയുന്ന സംഘടന BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഹൈക്കമാൻഡിന് എത്തിച്ചാൽ സ്വാഭാവികമായിട്ടും സുധീരൻ ഒരു മുൻതൂക്കം കിട്ടും. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ബാക്കി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി വേറെ പൊളിറ്റിക്സ്, മുമ്പ് പറഞ്ഞ മാതിരി BJP വളരട്ടെ, 2 സീറ്റ് പിടിച്ചാലും കുഴപ്പമില്ല, CPM-ന്റെ പോട്ടെ എന്നൊരു തോന്നൽ ഉമ്മൻചാണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ തീർച്ചയായിട്ടും കിട്ടുക. ആ ഒരു പൊളിറ്റിക്സ് ഇവിടെ, കാരണം ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് നിന്നപ്പോൾ ഞാൻ BJP വളരാനുള്ള എതിരെയുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താനുള്ള വളരെ തന്ത്രപൂർവ്വമായ നീക്കമാണ് എടുത്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ സംശയം അരുവിക്കരയിൽ ഉമ്മൻചാണ്ടിയെ മുന്നറിയിപ്പ് കൊടുത്തത്
ഉമ്മൻചാണ്ടിയാ പറഞ്ഞത്. അല്ല, ഉമ്മൻചാണ്ടിയാ പറഞ്ഞത് CPM പുറകോട്ട് പോയി രണ്ടാം സ്ഥാനത്ത് CPM രണ്ടാം സ്ഥാനത്ത് വന്നത്. അല്ല, ഉമ്മൻചാണ്ടി നൽകിയ മുന്നറിയിപ്പ് കൊണ്ടാണ് അവിടെ തലേ ദിവസം കൊടുത്ത മുന്നറിയിപ്പ്, ഇലക്ഷന് തലേ ദിവസം. സത്യരിക്കലാവണ്ട. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഏതാനും മണിക്കൂർ നിർണായകമായ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ CPM-ന്റെ അണികൾക്കും നേതാക്കന്മാർക്കും ബോധ്യമാകാത്ത ഒരു കാര്യം അരുവിക്കൽ അടിയൊഴുക്ക്. അവിടെ UDF കംഫർട്ടബിൾ ആയിരുന്നു. ശ്രീ PS അലി, താങ്കൾക്ക് അറിയാവുന്നതല്ലേ CPM-ന്റെ ഒരു സംഘടനാ രീതി എത്രയോ മുൻപേ അറിയാമായിരുന്നു എന്നുള്ള കാര്യം. വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞാൽ തന്നെ CPM നേതൃത്വത്തിന് ജയിക്കുമോ ഇല്ലെന്ന് അറിയാം. കേരളത്തിൽ അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CPM പ്രദീപ് തർക്കിക്കേണ്ട. ഇത് കേരളത്തിൽ CPM ഒരു പാർട്ടിയായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ CPM അവരുടെ സമീപകാല നിലപാടുകൾ, ഞാൻ പറയാം, RSS-നും സംഘപരിവാറിനും കേരളത്തിൽ ഇത്രയും സ്പേസ് നവമാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ തിരിച്ചു വന്നു തുടങ്ങി. ഇതിനു മുമ്പ് പറഞ്ഞ നവമാധ്യമങ്ങളിൽ എല്ലാവരും CPM-നെതിരെ എന്ത് പറഞ്ഞാലും ഇപ്പൊ പറയുന്നത് ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരാണെങ്കിലും വെറുതെ CPM-നെതിരെ എന്തെങ്കിലും പറഞ്ഞ് പോവുക. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു ഇതുമില്ല. CPM എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ പറയുന്നത്. വെറുതെ അല്ലോ. ഇപ്പോൾ CPM കഴിഞ്ഞ 3 ദിവസമായി പ്രകാശ് കാരാട്ട്, കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വർഗീയതക്കെതിരെയുള്ള വലിയ വലിയ കൂട്ടായ്മകൾ. ഇന്നാണ് KPCC പ്രസിഡന്റ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഒരു ചോദ്യം, ഇത് നമ്മൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് CPM നേരിട്ട ഏറ്റവും വലിയ അവരുടെ ഒരു. നമുക്ക് ആ വിഷയം പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഇല്ലെന്നുള്ളതല്ല, ഇത്രയും ഒരു ചാൻസ് നൽകിയത്. ഞാൻ ഇത് ലീവ് ചെയ്താ പോരെ, ഇത് ഇഗ്നോർ ചെയ്താൽ പോരെ? കേരളത്തിലെ SNDP-യുടെ ശാഖകൾ മുഴുവൻ ഇവർ പത്മകുമാറിന്റെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് നല്ലൊരു മറുപടി പറയേണ്ടതാണ്. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം, അതായത് സ്വാധീനമുള്ള മേഖലകളിൽ സംഘപരിവാർ സംഘങ്ങൾ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അധികം സ്വാധീനമുള്ള മേഖല എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പുകളല്ലേ? കോൺഗ്രസിൽ എന്ത് പറഞ്ഞാലും CPIM എന്ന് പറഞ്ഞാൽ ശ്രീ പത്മകുമാർ, നമുക്ക് ഈ വിഷയത്തിലേക്ക് അവസരം തരാം. അവർ വരുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ കേരളത്തിൽ പണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ RSS BJP ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സ്വീകാര്യത കിട്ടുമായിരുന്നു. ഇന്ന് ആ കാലഘട്ടം പോയി. ഇന്ന് കാലഘട്ടം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധിയുള്ളൊരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ, ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ശൃംഖലയുള്ള ഏറ്റവും കൂടുതൽ വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള ഏറ്റവും വലിയ സംഘടന. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവർത്തിക്കുന്ന ബന്ധമുള്ളൊരു സംഘടന ആണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇതിനെ മാറ്റി വെച്ചുകൊണ്ട് ഇത് ഭീകരമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ തന്നെ ഭീകരവാദ രാഷ്ട്രമായി കോൺഗ്രസിനേക്കാളും വലിയ സംഘടനയാണോ വിശ്വ ഹിന്ദു പരിഷത്ത്? സംശയം തോന്നുന്നു. ഇവിടുത്തെ പ്രശ്നം, കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മദനി സ്വർഗീയവാദി, മതേതരവാദി, ഈ തങ്കുഭാസ്കർ മതേതരവാദി, ഇങ്ങനെ ഇവരെയൊക്കെ മതേതരവാദിയുടെ വക്താക്കളാക്കി കൊണ്ടുവരികയും ഹിന്ദു സംഘടനകളെ മാത്രം വർഗീയവാദിയെ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇന്ന് അതിന് സ്വീകാര്യത കിട്ടുന്നത്. നമുക്കൊന്നൊരു ഇടവേള എടുക്കാം. നമുക്ക് അറിയാവുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ കോലീബി അല്ലേ, കോൺഗ്രസ് ലീഗ് BJP ബന്ധങ്ങളൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മറന്നുപോയതാണോ എന്നറിയില്ല, എങ്കിലും അതുകൂടി ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാവുന്ന. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം അതല്ലെങ്കിൽ അവർക്കെതിരെയുള്ള പ്രതിരോധം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് KPCC പ്രസിഡന്റ് SNDP-യും RSS-ഉം തമ്മിലുള്ള ബാന്ധവത്തെ എതിർത്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പല പ്രധാന കാര്യങ്ങളും പൊതുവെ സ്വീകരിക്കപ്പെട്ടു എന്നും നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കൾമിനേഷൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ അധികാരത്തിന് വേണ്ടിയുള്ള സമരസങ്ങൾ, അധികാര സ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ താൽക്കാലികമായി പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് വളരെയധികം താല്പര്യം വരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച, കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും UDF-ൽ പ്രത്യേകിച്ചും ലീഗ് ആണെങ്കിലും BJP ആയി പോലും പണ്ടെല്ലാം വോട്ടുകൾ മറച്ചു വിൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്ന BJP ഇപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മാറുന്നു എന്നുള്ള സൂചനകൾ കിട്ടുമ്പോൾ തന്നെ ശ്രീ ഭാസ്കരപിള്ള, ഈ കോലീബി ബന്ധങ്ങൾ പോലുള്ള ബന്ധങ്ങൾ, അതുപോലെ ഒരു സംഘമായി ഇപ്പോൾ SNDP യോഗവും RSS-ഉം തമ്മിലുള്ള ബന്ധം, ഇപ്പോൾ KPCC പ്രസിഡന്റും അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനെതിരെ എങ്ങനെ കാണുന്നു ഇതിനെ രാഷ്ട്രീയമായി ചുരുക്കി? കോൺഗ്രസ് ലീഗ് BJP ബന്ധം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ BJPക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള തോന്നൽ BJP നേതൃത്വത്തിന് ഇവിടെ ഇല്ലായിരുന്നു.
അപ്പോൾ അത് വോട്ട് വിറ്റ് കാശാക്കുക എന്ന നയത്തിലൂടെയാണ് BJP അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം BJPക്ക് ഏതാണ്ട് വളരാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷേ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കിക്കൊണ്ട് കേരളത്തിൽ BJP വളർന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാജഗോപാലയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതുകൊണ്ടും രാജഗോപാലിന് തിരുവനന്തപുരം മേഖലയിൽ വ്യക്തിപരമായ കുറേ സ്വാധീനം ഉള്ളതുകൊണ്ടും അതിനേക്കാൾ ഉപരി അദ്ദേഹം കേരളത്തിൻ്റെ MP അല്ലാതെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് MP ആയി കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിനും പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയ്ക്കും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നുള്ള തോന്നൽ തിരുവനന്തപുരം വിഭാഗത്തിൽ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു നന്ദി രാജഗോപാലിനോട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 140 നിയോജകമണ്ഡലത്തിലും രാജഗോപാലിന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കഴിയുമോ? അത് കഴിയത്തില്ലല്ലോ. ആ രാജഗോപാലിനോടുള്ള വ്യക്തിപരമായ താല്പര്യം അതാണ് അരുവിക്കരയിൽ നമുക്ക് സമയക്കുറവുണ്ട്. ഭാസ്കരപിള്ള, ഒന്ന് ഇടപെട്ട് താങ്കളോട് ഒരു കാര്യം. താങ്കൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, വെള്ളാപ്പള്ളി നടേശന്റെ തട്ടകം കൂടിയാണ്. സാധാരണ ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ SNDPയുടെ പ്രവർത്തകർക്കെല്ലാം ഈ രീതിയിലുള്ള ഒരു ബാന്ധവം അല്ലെങ്കിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് രാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നോട്ട് പോകാം എന്നുള്ള ആലോചനയിൽ അവർക്ക് താല്പര്യമുണ്ടോ? ഇല്ല. SNDP ആയിട്ട് പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർക്ക് അങ്ങനെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾക്ക് വ്യക്തിപരമായി കാര്യസാധ്യത്തിന് വേണ്ടി അത് പ്രയോഗിക്കുന്നു എന്നുള്ളതല്ല. കേരള കോൺഗ്രസ് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് മകനെതിരായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പ്രസ്താവന നടത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലേ പ്രവർത്തിക്കുന്നത് SNDP ആയിട്ട്? SNDP യോഗവുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല ബന്ധമല്ലേ? അതിന്റെ ഒരു പ്രശ്നം പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഒരു കോൺഗ്രസ്സുകാരന്റെ MLA മകൻ അമ്മയോട് ചോദിക്കണേ, അമ്മ എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ മറുപടി, നിന്റെ അച്ഛൻ മരിച്ചാൽ കിട്ടുമെന്ന്. എല്ലായിടത്തും മരിക്കുമോ MLA-മാരുണ്ടാക്കാൻ? അപ്പൊ ഇതൊക്കെ ഒരു ജനറലൈസ് ചെയ്ത് ആക്ഷേപത്തിൽ അമ്മയുടെ മകൻ ചോദിക്കുകയാണ്, എനിക്ക് കോൺഗ്രസ് മത്സരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ മരിച്ചാൽ കിട്ടുമെന്ന്. ഓക്കെ, നമുക്ക് ശ്രീ ഷാജൻ സ്കറിയ, ഇതിന്റെ ഒരു റിപ്ലിക്കേഷൻ ഇപ്പൊ VM സുധീരൻ മുന്നോട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള 2 രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ ഈ ഒരു ഇടപെടലിനെ എതിർത്ത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിനുമായി ബന്ധപ്പെട്ട് കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞ ബന്ധപ്പെട്ട് വലിയ വിവാദം കുത്തിപ്പൊക്കിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അപകടം മണത്ത് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയോ ഒരു അക്ഷരം മിണ്ടിയില്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള നിലപാടിൽ നിന്നും KPCC പ്രസിഡന്റ് മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ കുഴപ്പം CPM-ൻ്റെ അത് വരുത്തി തീർക്കുക എന്നുള്ള അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഈ കഴിഞ്ഞ മൂന്നാർ ചർച്ചകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മൂന്നാറിലെ തൊഴിലാളികൾ CPM-നെതിരെയാണ് സമരം നടത്തിയെന്ന് തോന്നലാണ് പല ഭാഗത്തും ആളുകൾ ഉണ്ടാക്കിയത്. ഈ തരത്തിലുള്ള ഒരു ട്രെൻഡിൻ്റെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു നമ്മുടെ ഈ ശ്രീനാരായണ ഒരു പ്രതിമയായിട്ട് ബന്ധപ്പെട്ട വളരെ നിരുപദ്രവകരമായ ഒരു സംഭവമായിരുന്നു. അതിനെ വലിയ വിവാദമാക്കി, അത് മറ്റേ ഔദ്യോഗിക ഗുരുദേവൻ അല്ലെന്നാക്കി, പിന്നീട് അവർ RSSകാർ അത്തരത്തിലേക്കുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡിലെ വാസ്തവത്തിൽ BJP-യും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നിന്ന് CPM-നെ ഒറ്റപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ഒരു സംവിധാനത്തിന് മാറ്റം വരുത്തിയിരിക്കുന്ന സുധീരൻ്റെ ഇടപെടൽ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന് ഏതെങ്കിലും നേതാക്കളാണ് ഇങ്ങനെ അഭിപ്രായം പറയുന്നതെങ്കിൽ വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ച് രംഗത്തിറങ്ങിയേനെ. ഈ അവർ പറഞ്ഞ അഭിപ്രായത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിനായിരുന്നു. പക്ഷേ സുധീരൻ ഇത് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി രംഗത്ത്. പക്ഷേ നമ്മളൊക്കെ സമയം കഴിഞ്ഞു എങ്കിൽ പോലും ഒറ്റ വാചകത്തിൽ പറയണം, അതായത് ഇന്നിപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നിഷേധിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു രീതിയിലും താല്പര്യമില്ല. അതിനൊരു രാഷ്ട്രീയ മാനമില്ല. ഒരു പക്ഷേ താങ്കൾ നേരത്തെ വെള്ളാപ്പള്ളി എന്നുള്ള വ്യക്തിയോട് ബന്ധമില്ല, ആ ബന്ധത്തിന് രാഷ്ട്രീയമായിട്ടുള്ള അപ്പം പിന്നെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. RSS BJP ഇനി SNDP-യുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയ താല്പര്യമില്ലെന്നുള്ള മാത്രമാണ് ഉദ്ദേശിച്ചത്. NSS-ഉമായിട്ടും എന്താ ബന്ധപ്പെടാതെ? അങ്ങനെയും കൂടി ഒരു സാധ്യത മുന്നിൽ കിടക്കുന്നില്ലേ? സാമുദായിക സംഘടനകൾ വേണോ BJP-ക്ക് വളരാൻ കേരളത്തിൽ? സാമുദായിക സംഘടനകൾ വേണോ BJP-ക്ക് കേരളത്തിൽ വളരാൻ? ഞങ്ങള് രാഷ്ട്രീയ പാർട്ടിയെ വോട്ട് ബാങ്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ട് ബാങ്ക് എന്നുള്ളൊരു ലക്ഷ്യം. എന്തെങ്കിലും ആവട്ടെ. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് പത്മകുമാർ, ശ്രീ ഷാജൻ സ്കറിയ, ഒപ്പം അഡ്വക്കേറ്റ് PS സലീം, ശ്രീ ഭാസ്കരപിള്ള, ആദ്യ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി ബിജിബോൾ MLA.